ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഫുട്ബോൾ സീസണിൽ നമുക്ക് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മാച്ചസ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗെയിംസ് കളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സ്ട്രാ എമൗണ്ട് ആയി കിട്ടും എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും എന്താണ് ഈ ഒരു ഗെയിം എന്നാലും. അപ്പം സിമ്പിൾ ആണ് ഈ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ. ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി അടിക്കാം, പെനാൽറ്റി കിക്ക് നമ്മൾ ചെയ്യാം. പെനാൽറ്റി കിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു നമ്മുടെ ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഗോൾ പോസ്റ്റിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഗെയിം സിമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു ബോൾ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻട്രലായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഒരു ഗോൾ കീപ്പർ ഉണ്ട്, ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്. അപ്പം ഇവിടെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫുട്ബോൾ ലൈക്ക് നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അടിക്കാം. അപ്പൊ ഈ ഒരു ഗോൾ കീപ്പർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അതായത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുവാല്, അതെന്നുണ്ടെങ്കിൽ ഗോൾ പോസ്റ്റിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാല്. പക്ഷെ കറക്റ്റായിട്ട് തന്നെ വീണ് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന എമൗണ്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇരട്ടിയായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടി മോഡ് ഉണ്ട്. ഡിഫിക്കൽട്ടി മോഡ് നിങ്ങൾ ഹാർഡ് ആക്കി ഇടുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടി മോഡ് ഈസി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കുറെ വട്ടം അതിൽ ബോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് വീണ് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറത്തുള്ളൂ, നിങ്ങൾ ഫസ്റ്റ് വെക്കുന്ന എമൗണ്ട് ആയാലും. പക്ഷേ നിങ്ങളിപ്പോ അതിൽ ഏകദേശം അതിൽ ഈ ഹാർഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ ഗോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗോൾ ആകുമ്പോഴേക്കും നിങ്ങൾ വെച്ച എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ പോകുന്നതായിരിക്കും. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ അതിൽ 100 രൂപ വെച്ചു, 100 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഹാർഡ് മോഡ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ 100 രൂപ വെച്ചു, എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾ ആണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നടുക്കായിട്ട് ആ ഒരു ബട്ടൺ അല്ല, നടുക്ക ആ ഒരു ബോളിന്റെ മണ്ടയിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അവിടെയും ക്ലിക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഗോൾ പോസ്റ്റിന്റെ അവിടെ ആയിട്ട് എവിടോട്ടാണ് ഈ ബോൾ പോകേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾ പോസ്റ്റിന്റെ ഏതെങ്കിലും ഒരു കോർണറിലേക്കാണ് അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കോർണറിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ബോൾ സെൻട്രലായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ഈ ഒരു ബോൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെച്ച എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് സന്ധിയായിട്ട് വരും. അപ്പൊ ഏകദേശം ആണെന്നുണ്ടെങ്കിൽ ഒരു 150 രൂപയോളം നമുക്ക് അതിൽ എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് മാറുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഗോൾ അടിച്ചിട്ട് ഹാർഡ് മോഡ് ഇട്ടിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ 2 ഗോൾ അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്യാഷ് ഔട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഓപ്ഷൻ ഉണ്ടായാലും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഓരോ ഗോൾ അടിക്കുമ്പോൾ ആ ഒരു എമൗണ്ട് എത്ര കൂടി പോയെന്നാലും മുകളിലായിട്ടൊരു ബാർ ഉണ്ട്, ആ ഒരു ബാറിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഈ പെനാൽറ്റി കിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ടൈം പാസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത് പുതിയതായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നതാണ്. ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫുട്ബോളിന്റെ സീസൺ ആയപ്പോൾ തന്നെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ അതിൽ വേറെയും കുറെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.